Hello students, welcome back. അപ്പോൾ നമ്മുടെ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ സീരീസിലെ സെക്കൻഡ് എപ്പിസോഡാണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ ഏതൊക്കെയാണത്? v ഈക്വൽ ടു യു പ്ലസ് എ ടി, എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഈ 3 പഠിക്കാനുള്ളത്. പിന്നെ നമുക്ക് ഈ മോഷനിൽ നമ്മൾ പഠിക്കുന്ന ഡിസ്പ്ലേസ്മെൻറ്റും ആക്സിലറേഷനും അതുപോലെ വെലോസിറ്റി ഇതിൻ്റെയൊക്കെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, ഗ്രാഫിൽ ഇതെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിലുള്ളത്. അത് ബേസ് ചെയ്തിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ സാധാരണ എല്ലാ കുട്ടികൾക്കും ഇഷ്ടമുള്ളൊരു ചാപ്റ്ററാണ്. കാരണം നമുക്ക് മോഷനെ പറ്റിയും കാറ് പോകുന്നതിനെ പറ്റിയും സ്പീഡും അതുപോലെ ഒരു കാറ് മറ്റേ കാറിനെ എപ്പോൾ ഓവർടേക്ക് ചെയ്യും ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു ചാപ്റ്ററിലായതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട് ഓഫ് എ ബോൾ ദാറ്റ് റോൾസ് അലോങ് എ ഫ്ലോർ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ഇസ് ഗിവൺ. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. വെലോസിറ്റി ടൈം ഗ്രാഫിൽ ശ്രദ്ധിക്കുക, 0 ആണ് ഒറിജിൻ സ്റ്റാർട്ടിംഗ് പോയിന്റ്, 2, 4, 6, 8 എന്ന് പറഞ്ഞിട്ട് ടൈം ഉണ്ട്. അതുപോലെ വെലോസിറ്റിയുടെ വൈ ആക്സിസിൽ എന്തുണ്ട്? 4, 8, 12, 16 എന്ന് പറയുന്ന വാല്യൂസ് ഉണ്ട്. കാൽക്കുലേറ്റ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ബോൾ വെൻ ഇറ്റ് റീച്ചസ് ഫ്രം ബി ടു എ. ഇതാണ് ബി എന്ന് പറയുന്ന പോയിന്റ്, ഇതാണ് എ എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, അപ്പോൾ റീച്ചസ് ബി ഫ്രം എയിൽ നിന്ന് ബിയിൽ എത്തുമ്പോൾ ഉള്ള ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കണം. ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് എങ്ങനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കുക? ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് എങ്ങനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാം? സോ ഏരിയ അണ്ടർ, പഠിച്ച ആളുകൾക്ക് ഓർമ്മ ഉണ്ടാവും, വെലോസിറ്റി ടൈം ഗ്രാഫ് നമുക്ക് എന്ത് തരും? ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് തരും എന്ന പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം, മറന്നു പോകരുത്. ഓക്കെ, യെസ്, എന്ത് തരും? ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ എ ബി ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ട്രയാങ്കിൾ, ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ നമ്മുടെ കയ്യിലുണ്ട്. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഏരിയ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഏരിയ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളുടെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ഹാഫ് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് അല്ലേ? സോ ഹാഫ് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഇവിടെ എത്ര? ഇവിടെ ഇതിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 0 മുതൽ 10 വരെയാണ്. ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളുടെ ബേസ് എന്ന് പറയുന്നത് എന്താണ്? 0 മുതൽ 10 വരെയാണ്. സോ ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു ഹൈറ്റ് ഓഫ് ദിസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് 0 മുതൽ 20 വരെയാണ്. സോ ദാറ്റ് ഈസ് 20. അപ്പോൾ ഇതിൻ്റെ ആൻസർ 5 ഇൻറ്റു 20 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 100. ഇനി യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻ്റ് ആണല്ലോ കണ്ടുപിടിക്കുന്നത്, അപ്പോൾ യൂണിറ്റ് എന്ത് വരും? യൂണിറ്റ് മീറ്റർ എന്ന് വരും. സോ 100 മീറ്റർ ആണ് എ പാർട്ടിൻ്റെ ആൻസർ. ഇനി നെയിം ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഓഫ് ദ ബോൾ ഇൻ ദിസ് ടൈം. ഈ ഒരു സമയത്തെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഓഫ് ദ ബോൾ ഇൻ ദിസ് ടൈം ആണ് ചോദിച്ചിട്ടുള്ളത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള പറഞ്ഞത് അതിൻ്റെ പേര് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റും, ഈസിയാണ്. പക്ഷേ അതിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ പേരെന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റിനെ വിളിക്കുന്ന പേരാണെന്ത്? ആക്സിലറേഷൻ അല്ലേ? അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അടുത്തത്, വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ദ ബോൾ ഇൻ ദ 4th സെക്കൻഡ് ഓഫ് ഇറ്റ്സ് മോഷൻ? സോ വെലോസിറ്റി ഓഫ് ബോൾ ഇൻ 4th സെക്കൻഡ്, 4ാമത്തെ സെക്കൻഡിലെ വെലോസിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഗ്രാഫിലേക്ക് പോകണം, എന്നിട്ട് ടൈം ആക്സിസിലേക്ക് വരിക, 0 to 4, 4th സെക്കൻഡ് കണ്ടുപിടിച്ചു. ആ 4th സെക്കൻഡിൽ നിന്ന് നമ്മളൊരു പെർപെൻഡിക്കുലർ ലൈൻ നേരെ മുകളിലേക്ക് വരച്ചാൽ, ഓക്കെ, നേരെ മുകളിലേക്ക് വരച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ മീറ്റ് ചെയ്യും. ഈ ഒരു പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യും? മീറ്റ് ചെയ്യും. ആ പോയിന്റിൽ നിന്ന് ഇനി നമ്മുടെ വെലോസിറ്റിയുടെ ആക്സിസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചാൽ നമ്മൾ എത്തി നിൽക്കുന്ന പോയിന്റ് ഇതാണെന്ത്? ആ 4ാമത്തെ സെക്കൻഡിലുള്ള വെലോസിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഏത് സമയത്തെ വെലോസിറ്റി വേണമെന്നുണ്ടെങ്കിലും അവിടെ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ മുകളിലേക്ക് വരക്കുക, അപ്പോൾ നമ്മുടെ ഗ്രാഫിൽ മീറ്റ് ചെയ്യും. അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് ഒരു ലൈൻ വരച്ചിട്ട് എവിടെയാണോ എത്തുന്നത് അതാണ് അവിടുത്തെ വെലോസിറ്റി. സോ 4th സെക്കൻഡിലുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് കിട്ടി. ആൻസർ എന്താണ്? 12 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അത് 3 എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലെ ഫുൾ മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാൻ പറ്റും. അടുത്ത ചോദ്യം, ഒബ്സർവ് ദ ഫോളോയിങ് ഗ്രാഫ്സ്. എന്നിട്ട് വെലോസിറ്റി ടൈം ഗ്രാഫാണ് 3 തന്നിട്ടുള്ളത്. വിച്ച് ഇസ് ദ ഗ്രാഫ് ഓഫ് എ ബോഡി മൂവിങ് വിത്ത് എ യൂണിഫോം ആക്സിലറേഷൻ? ഇതിൽ യൂണിഫോം ആക്സിലറേഷൻ ആർക്കാണുള്ളത്? യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്ന റേറ്റ് അത് കോൺസ്റ്റൻ്റ് ആണ്. അതിനൊരു എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പെന്നൊക്കെ നമ്മൾ ഡ്രോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പെന്ന് താഴേക്ക് വീഴുമ്പം കോൺസ്റ്റൻ്റ് ആക്സിലറേഷൻ ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ഗ്രാഫ് ഏതാണ്? സെക്കൻഡ് ഗ്രാഫിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? വെലോസിറ്റി മാറുന്നേ ഇല്ല. ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ, വെലോസിറ്റി എന്ത് ചെയ്യുന്നില്ല? മാറുന്നില്ല. ഫുൾ ടൈം സെയിം വെലോസിറ്റിയാണ് നമുക്ക് സെക്കൻഡ് ഗ്രാഫിൽ അവൈലബിൾ ആയിട്ടുള്ളത്. തേർഡ് ഗ്രാഫിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട്, പക്ഷേ അതൊരു യൂണിഫോം ആയിട്ട്, അതായത് സെയിം റേറ്റിലല്ല, അളവിലല്ല ചേഞ്ച് ചെയ്യുന്നത്. അത് ആദ്യം കൂടുന്നു, പിന്നെ കുറയുന്നു, പല മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. എന്നാൽ ഫസ്റ്റ് ഗ്രാഫിൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. വെലോസിറ്റി ടൈം ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈനാണ് ആദ്യത്തെ ഗ്രാഫിൽ ഇതാ നമുക്ക് കിട്ടുന്നത്. ഇതാണ് എന്ത്?
യൂണിഫോം ആക്സിലറേഷൻ്റെ ഗ്രാഫ്. സോ ആക്സിലറേഷൻ യൂണിഫോം ആണെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താ? ഇവിടെ യൂണിഫോം വെലോസിറ്റിയാണ്. വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയതുകൊണ്ടാണ് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ, ഹൊറിസോണ്ടൽ ലൈന് വെലോസിറ്റി ടൈം ഗ്രാഫിൽ കിട്ടിയത്. ഓക്കെ, സോ വിച്ച് ഗ്രാഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഇതാ, ആൻസർ ഗ്രാഫ് എ ആണ്. ഒരു മാർക്ക് കിട്ടി. അടുത്തത്, എ ബോഡി സ്റ്റാർട്ടഡ് ഫ്രം റെസ്റ്റ് ആൻഡ് അഡ്വാൻസസ് വിത്ത് എ യൂണിഫോം ആക്സിലറേഷൻ 5 m/s². വാട്ട് ഈസ് ഇറ്റ്സ് വെലോസിറ്റി ആഫ്റ്റർ 3 seconds? അപ്പോൾ ഒരു ബോഡി സ്റ്റാർട്ട് ചെയ്തത് എവിടെ നിന്നാണ്? റെസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇനീഷ്യലി സ്പീഡൊന്നും ഉണ്ടായിരുന്നില്ല. ആക്സിലറേഷൻ 5 m/s² ആണ്. അതിൻ്റെ വെലോസിറ്റി ആഫ്റ്റർ 3 seconds എത്രയാണ്? സോ ഇവിടെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇത് ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്താൽ മതി? V = U + AT ചെയ്താൽ മതി അല്ലേ? ഇങ്ങനെയല്ലേ ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കുക. അപ്പോൾ V = U എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി ഇവിടെ 0 ആണ്, കാരണം റെസ്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പ്ലസ് ആക്സിലറേഷൻ ഇവിടെ 5 ആണ്, അത് യൂണിഫോം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര സമയം ആക്സിലറേറ്റ് ചെയ്തു? ആഫ്റ്റർ 3 seconds. സോ നമ്മുടെ ആൻസർ അപ്പോൾ എന്ത് വരും? 15 m/s ആയിരിക്കും 3 സെക്കൻഡ് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതുപോലത്തെ സിമ്പിൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ വരുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ആനുവൽ എക്സാമിന് ഉണ്ടായിരിക്കുക. അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്താൽ മതി. ഒബ്സർവ് ദ ഗിവൺ ഗ്രാഫ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ ഇറ്റ്. വീണ്ടും ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാഫാണ്. വാട്ട് ഈസ് ദ ഫൈനൽ വെലോസിറ്റി ഓഫ് ദ ബോഡി? അപ്പോൾ ഈ ബോഡിയുടെ മോഷനും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. ഇതാ ഈ ബോഡിയുടെ മോഷൻ 0, ടൈം 0, അതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. അവിടെ ആകുമ്പോൾ അതിൻ്റെ വെലോസിറ്റി 15 m/s ആണ് ഇതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി. എന്നിട്ട് അത് കൂടി ഇതാ 30 m/s എത്തുന്നു. പിന്നെ കുറേ നേരം ഫ്ലാറ്റാണ്, സ്ട്രെയിറ്റ് ലൈനാണ്, ഫ്ലാറ്റാണ്. അതിനർത്ഥം വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. എന്നിട്ട് 7 സെക്കൻഡ് ആയപ്പോൾ, ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, 7 സെക്കൻഡ് ആയപ്പോൾ പിന്നെ വെലോസിറ്റി ഡിക്രീസ് ചെയ്യാൻ തുടങ്ങി. ഡിക്രീസ് ചെയ്തിട്ട് ഫൈനലി എവിടെ എത്തി? ഫൈനലി 0-ലാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. വെലോസിറ്റി 0-ലാണ് ഫൈനലി എത്തിയിട്ടുള്ളത്. അപ്പോൾ വാട്ട് ഈസ് ദി ഫൈനൽ വെലോസിറ്റി ഓഫ് ദ ബോഡി എന്ന് പറയുന്ന ചോദ്യത്തിൻ്റെ ആൻസർ അപ്പോൾ എന്താണ്? ആൻസർ വേറൊന്നുമല്ല, 0 ആണ് ഫൈനൽ വെലോസിറ്റി. വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് മോഷൻ ഓഫ് ദ ബോഡി ഫ്രം 3 to 7 seconds? 3 സെക്കൻഡ് മുതൽ 7 സെക്കൻഡ് വരെ ആ ബോഡിയുടെ മോഷൻ്റെ നേച്ചർ എന്താണെന്ന ചോദ്യം. അപ്പോൾ ഏതാണ് 3 സെക്കൻഡ്? ഇതാണ് എന്ത്? T = 3 seconds എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. അത് കഴിഞ്ഞ് T = 7 seconds എന്ന് പറയുന്ന പോയിന്റ് സെക്കൻഡ് 1 ആണ്. ഇതിൻ്റെ ഇടയ്ക്കുള്ള മോഷൻ്റെ നേച്ചർ നമുക്ക് പറഞ്ഞൂടെ? എന്താണ്? വെലോസിറ്റി ടൈം ഗ്രാഫ് ഒരു ഫ്ലാറ്റ് ലൈനാണ്, ഒരു ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈനാണ്. അതിനർത്ഥം അവിടുത്തെ ആ ഒരു റീജിയനിലെ വെലോസിറ്റി എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. അത്തരത്തിലുള്ള മോഷനെ നമ്മൾ വിളിക്കുന്നൊരു പേരുണ്ടല്ലോ, എന്താണത്? യൂണിഫോം വെലോസിറ്റി. യൂണിഫോം വെലോസിറ്റി. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം? സോ ബിറ്റ്വീൻ 3 and 7 seconds, between 3 seconds to 7 seconds the body is moving with a uniform velocity എന്ന് നമുക്ക് ആൻസർ ചെയ്താൽ ആ മാർക്കും ക്ലിയർ ആകും, സെറ്റ് ആകും. ഓക്കെ, നെക്സ്റ്റ് വൺ. A car is traveling with a velocity of 40 m/s. The driver applies brake with a uniform retardation of 5 m/s². അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു കാർ എന്താണ് 40 m/s ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡ്രൈവർ ബ്രേക്ക് അപ്ലൈ ചെയ്തു, യൂണിഫോം റിട്ടാർഡേഷൻ കൊടുത്തിട്ടുണ്ട് 5 m/s². ഫൈൻഡ് ദ ടൈം റിക്വയർഡ് ടു ബ്രിങ് ദ കാർ ടു റെസ്റ്റ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് വരുന്നതാണ് അല്ലേ? ബ്രേക്ക് ചവിട്ടിയിട്ട് കാർ നിർത്തുന്ന ചോദ്യം. അപ്പോൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ അപ്ലൈ ചെയ്യേണ്ട ചോദ്യമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. എന്ത് ചെയ്യണം? നമ്മൾ എന്തൊക്കെ ഇൻഫർമേഷനാണ് തന്നിട്ടുള്ളതെന്ന് എടുത്ത് എഴുതണം. എ കാർ ഇസ് ട്രാവലിംഗ് വിത്ത് എ വെലോസിറ്റി ഓഫ് 40 m/s. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ദി ഒബ്ജക്റ്റ് എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് 40 m/s ആണ്. പിന്നെ എന്താ തന്നിട്ടുള്ളത്? ഡ്രൈവർ അപ്ലൈസ് വിത്ത് ബ്രേക്ക് ആൻഡ് യൂണിഫോം റിട്ടാർഡേഷൻ. സോ ആക്സിലറേഷൻ ഇവിടെ തന്നിട്ടുണ്ട്, പക്ഷേ അത് പോസിറ്റീവ് ആക്സിലറേഷൻ അല്ല, റിട്ടാർഡേഷൻ ആണ്, നെഗറ്റീവ് ആക്സിലറേഷൻ ആണ്. സോ അതെത്രയാണ്? -5 എന്ന് നിങ്ങൾ എഴുതാൻ മറക്കരുത്, റിട്ടാർഡേഷൻ ആയതുകൊണ്ട്. ഇനി ടൈം കണ്ടുപിടിക്കണം. ടു ബ്രിങ് ദ കാർ ടു റെസ്റ്റിലെത്തുക എന്ന് പറയുമ്പോൾ അവിടുത്തെ ഫൈനൽ വെലോസിറ്റി നമുക്ക് 0 m/s ആണെന്ന് പറഞ്ഞൂടെ? കാരണം റെസ്റ്റിലെത്തുകയാണെന്ന് ഓൾറെഡി ചോദ്യത്തിൽ ഉദ്ദേശിക്കുന്നുണ്ട്. എങ്കിൽ നമുക്ക് സമയം കണ്ടുപിടിക്കാം. അപ്പോൾ V ആൻഡ് ഇനി നിങ്ങൾ ആലോചിക്കുക, V ഉണ്ട്, U ഉണ്ട്, A ഉണ്ട്, ടൈം കണ്ടുപിടിക്കണം. അതിന് ഏത് ഇക്വേഷൻ ഓഫ് മോഷൻ ഉപയോഗിക്കുന്നത് ചിന്തിച്ച് നോക്കുക. ഒന്നാമത്തേത് ഏതാ? V = U + AT. അത് യൂസ് ചെയ്താൽ നമുക്ക് ടൈം കണ്ടുപിടിക്കാം. സോ V = U + AT ആണ്. അതിലെ ടൈം എന്ന് പറയുന്നത് എന്താണ്? V - U/A ആണ് അതിലെ ടൈം എന്ന് പറയുന്നത്. അതിലേക്ക് നമ്മൾ ഈ വാല്യൂസ് ഇട്ട് കൊടുത്താൽ V എത്രയാണ്? 7 അല്ലേ? -40 ആണ് എന്ത്? ഇനീഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ -5 ആണ് ആക്സിലറേഷൻ. അപ്പോൾ എന്ത് കിട്ടും? -40 / -5 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 8 m/s ആണ്
8 മീറ്റർ പെർ സെക്കൻഡ് അല്ല, സോറി 8 സെക്കൻഡ്സ് ആണ്. 8 സെക്കൻഡ് കൊണ്ടായിരിക്കും ഈ ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നത്, സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നത്. 8 സെക്കൻഡ്സ് കൊണ്ടാണ് അപ്പം ഈ ഒരു ഒബ്ജക്റ്റ് സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കിട്ടി. ഓക്കെ, ഒരു മാർക്ക് റെഡിയായി. ഇനി നമുക്ക് ബി പാർട്ടിലേക്ക് പോകാം. അവിടെ എത്ര മാർക്കുണ്ട്? കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ കാർ ആഫ്റ്റർ അപ്ലൈയിങ് ദ ബ്രേക്ക്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനെ ബ്രേക്ക് ചവിട്ടിയിട്ട് കാർ സ്റ്റോപ്പ് ആവുന്ന ചോദ്യങ്ങളിൽ ശ്രദ്ധിച്ചോളാം. ബ്രേക്ക് ചവിട്ടി വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കാർ സ്റ്റോപ്പ് ആവുന്ന ചോദ്യങ്ങളിൽ നമുക്കറിയാം ഫൈനൽ വെലോസിറ്റി 0 ആണ്. ഇപ്പോൾ നമുക്ക് ടൈം കിട്ടി, എല്ലാം കിട്ടി. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിൽ 2 ഇക്വേഷൻസിലാണ് ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത്. ഏതൊക്കെയായിരുന്നു ആ ഇക്വേഷൻ? ഓർക്കുന്നില്ല, ഇക്വേഷൻസ് ഓഫ് മോഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്ന ഇക്വേഷൻസ് ഏതൊക്കെയാണ്? ഒന്ന് എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. രണ്ടാമത്തത് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഇതിൽ ഏത് ഇവിടെ ഉപയോഗിക്കുന്നത് ചില കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ സത്യം പറഞ്ഞാൽ രണ്ടും ഉപയോഗിക്കാൻ പറ്റും. രണ്ടും ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ കിട്ടും. പക്ഷേ എന്താ വ്യത്യാസം വരുന്നത്? ഫസ്റ്റ് ഇക്വേഷൻ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കുക, എസ് ഇസ് ഈക്വൽ ടു യു ടി, അത് രണ്ടും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ വാല്യൂസ് അറിയാം. ഹാഫ് എ ടി സ്ക്വയർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം, അതിൻ്റെ വാല്യൂസ് അറിയാം. അപ്പോൾ കുറച്ചും കൂടി കാൽക്കുലേഷൻ കൂടുതലുണ്ടാവും. എന്നാൽ രണ്ടാമത്തെ ഇക്വേഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വി സ്ക്വയർ എന്ന് പറയുന്നത് 0 ആണ്. വി 0 ആണ്. പിന്നെ നമുക്ക് യു സ്ക്വയറും 2as മാത്രം എന്ത് ചെയ്താൽ മതി, നോക്കിയാൽ മതി. അപ്പോൾ മറ്റേതിനേക്കാൾ കുറച്ചും കൂടി എളുപ്പമുള്ള കാൽക്കുലേഷൻ നമുക്ക് കിട്ടാൻ പോകുന്നത് ഏതിലാണ്? അത് നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷൻ ഓഫ് മോഷനിലാണ്. അപ്പോൾ ഞാനതാണ് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിതാ യൂസ് ചെയ്യുകയാണ്. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്ന് യൂസ് ചെയ്യുന്നു. അപ്പോൾ അതിൽ ഞാൻ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വി 0 ആണ്, ഇസ് ഈക്വൽ ടു യു സ്ക്വയർ, യു എത്ര 40 സ്ക്വയർ പ്ലസ് 2 മൾട്ടിപ്ലൈഡ് ബൈ എ എന്ന് പറയുന്ന ആക്സിലറേഷൻ ഇവിടെ -5 ആണ്. -5 മൾട്ടിപ്ലൈഡ് ബൈ എസ് ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിലൊരു ടേം നെഗറ്റീവാണ്. ആ നെഗറ്റീവുള്ള ടേമിനെ ഇടത് ഭാഗത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ അത് പോസിറ്റീവായിട്ട് മാറും. സോ 2 × 5 × s ഇസ് ഈക്വൽ ടു 40 സ്ക്വയർ എന്ന് വരും. അപ്പോൾ അതിൽ s ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഈക്വൽ ടു, ഇനി 2 × 5 10 ആണല്ലോ, 10നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. 40 സ്ക്വയർ ബൈ 10 എന്ന് വരും. അതായത് 1600 ആണല്ലോ 40 സ്ക്വയർ, ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ നമുക്ക് 160 മീറ്റർ ആണ് നമ്മുടെ ആൻസർ. 160 മീറ്റർ ആണ് അപ്പോൾ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ്. 3 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് എന്താണ് ഇതിൽ സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻസ് ഓഫ് മോഷനിലെ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഡിഫറെൻറ്റ് വേരിയേഷൻസും അതുപോലെ തന്നെ സെയിം കോൺസെപ്റ്റുകൾ ഉപയോഗിച്ചുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ ചാപ്റ്ററിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ അടുത്ത ചാപ്റ്ററിലെ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ പറഞ്ഞ പോലെ ഇത് ലൈക്ക് ചെയ്യാനും ഇതിൻ്റെ ഒപ്പീനിയൻസ് കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. ഇനി നമ്മുടെ നോട്ട്സ് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ, എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള നോട്ട്സും മറ്റ് അപ്ഡേറ്റ്സും ക്ലാസ്സുകളുടെ ലിങ്കും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് എല്ലാവരും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഇനി വരുന്ന ആനുവൽ എക്സാമിൻ്റെ സ്പെഷ്യൽ ലൈവ് ക്ലാസ്സുകളും അതിൻ്റെ മെറ്റീരിയൽസും സ്റ്റഡി മെറ്റീരിയൽസും ഒക്കെ നിങ്ങൾക്ക് ആ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി വഴി അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ചാപ്റ്റർ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ, ക്ലാസ്മേറ്റ്സ് ഉണ്ടെങ്കിൽ 9ാം ക്ലാസ്സുകാർക്ക് എന്ത് ചെയ്യുക, അയച്ചു കൊടുക്കാം. ഓക്കെ, ഗുഡ് ബൈ.